ഹലോ ഓൾ, നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് ക്രീക്ക് സൈഡിലേക്കാണ്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഷിൻഡഗ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് വരുന്നത്. ഒരു ഫ്ലാറ്റിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ദുബായിലുള്ളവർക്ക് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണിത്. ഫസ്റ്റ് ഞങ്ങൾ കയറുന്നത് ഷിൻഡഗ പാർക്കിലേക്കാണ്. ഇതിന്റെ എൻഡിലായിട്ടാണ് ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് വരുന്നത്. ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട്, ഇവൻ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ലൊക്കേഷൻ ആണിത്. ഞാൻ എൻ്റെ മോൾക്ക് വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്ത് കുറേ. പാർക്കിന്റെ റൈറ്റിലോട്ട് ഇതേപോലെ കുറെ പാത്ത് വേസ് കാണാൻ പറ്റും. അതിലൂടെ നേരെ പോയാൽ എത്തുന്നത് ക്രീക്ക് സൈഡിലേക്കാണ്. ക്രീക്ക് സൈഡിന്റെ ലെഫ്റ്റിലായിട്ടാണ് ഇവർ പഴയ ടൈപ്പ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. റെസ്റ്റോറന്റ്, ഷോപ്പ്, കഫേസ് ഒക്കെ കാണാവുന്നതാണ്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. കൂടുതൽ പോകുന്നതോറും കൂടുതൽ നാരോ പാത്ത് വേസ് ആണുള്ളത്. മ്യൂസിയം അങ്ങനെ ഓരോന്നാണ് ഓരോ ബിൽഡിങ്ങിലുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട്. ബിൽഡിംഗ് മാത്രമല്ല, ഇവന്റെ ഡോർ ആൻഡ് വിൻഡോസ് ഇവർ പണ്ടത്തെ മോഡലാണ് ചെയ്തു വെച്ചത്. ക്രിയേറ്റിവിറ്റി, ആർട്ട്, പെയിന്റിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും കൂടി പറ്റിയ ലൊക്കേഷനാണിത്. ഇതുപോലെ കുറേ ക്രിയേറ്റീവ് തിങ്സ് ഇവിടെ കാണാൻ പറ്റും. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരുപാട് സ്പോട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവന്റെ ബിൽഡിങ്സിന് പണ്ടത്തെ വിളക്ക് മോഡൽ ലൈറ്റൊക്കെയാണ് കൊടുത്തത്. ഈ ഏരിയ ഒരു വാസ്റ്റ് ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈവനിങ് വാക്ക്, സൈറ്റ് സീയിങ്, എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ, ചുമ്മാ വെറുതെ ഇരിക്കാൻ എല്ലാത്തിനും പറ്റിയ നല്ലൊരു പ്ലേസ് ആണിത്. അങ്ങനെ സൺസെറ്റ് ആയപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് നടക്കുകയാണ്. തിരിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ കണ്ട വേറൊരു പെയിന്റിംഗ് ആണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.